മറ്റു വാർത്തയിലേക്ക്. കാർഷിക സർവകലാശാലയിൽ നടപ്പിലാക്കിയ NEP-യിലെ കേന്ദ്ര നയം വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. കുട്ടികൾക്ക് നൽകുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പേര് മുതൽ അക്കാദമിക വിഷയങ്ങൾ വരെ കേന്ദ്ര ഇടപെടലുണ്ട്. ദീക്ഷാരംഭം എന്ന പേരിലാണ് പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ. ഈ പേര് സ്വീകരിക്കരുത് എന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ എതിർപ്പ് ഉയർന്നുവെങ്കിലും ഇത് മറികടന്നാണ് കൃഷി വകുപ്പിന് കീഴിലുള്ള സർവകലാശാല ഇത് നടപ്പിലാക്കിയത്. നടരാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിലും ചേരുന്നു. നടരാജ്, ഒരു വശത്ത് ദേശീയ വിദ്യാഭ്യാസ നയം ഇതാ വരാൻ പോകുന്ന എന്ന പേരിൽ വലിയ ഭീതി ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിന്റെ പേരിൽ വലിയ രാഷ്ട്രീയമായ നിലപാടും പൊസിഷനും കൈക്കൊള്ളുന്ന അതേ പാർട്ടി അവരുടെ കീഴിലുള്ള മന്ത്രിസഭയിൽ അവരുടെ മന്ത്രിമാരിൽ ഒരാൾ ഭരിക്കുന്ന വകുപ്പിൽ ഇത് ആകപ്പാടെ നടപ്പിലാക്കി എന്നാണോ കാണേണ്ടത്? അത് തന്നെയാണ് വിഷയം. അതായത് സംഘപരിവാറിന്റെ അജണ്ട എന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങളും സിലബസിലുണ്ടാവുമ്പോഴും അത് CPIയുടെ നേതൃത്വത്തിലുള്ള വകുപ്പ് നടപ്പിലാക്കുന്നു എന്ന വലിയ വിമർശനമാണ് അധ്യാപക സംഘടനകളും മറ്റൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. ഉദാഹരണത്തിന് കുട്ടികൾക്ക് നൽകുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പേര് മുതൽ അക്കാദമിക വിഷയങ്ങളിൽ വരെ ഇതുണ്ടെന്ന് പറയുന്നു. ദീക്ഷാരംഭം എന്ന പേരിലാണ് പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ നൽകുന്നത്. ഇത് നമുക്കറിയാവുന്ന പോലെ സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന പദമാണെന്നുള്ള വിമർശനം വരുന്നുണ്ട്. ദീക്ഷ സന്യാസവുമായി ബന്ധപ്പെട്ട് പ്രയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. ദീക്ഷ സ്വീകരിക്കുക അല്ലെങ്കിൽ വേദ പഠനം തുടങ്ങുമ്പോഴൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇത് തന്നെ ഓറിയന്റേഷൻ കോഴ്സിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മുറുമുറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരു എതിർപ്പ് വന്നപ്പോൾ, ഈ പേരിന് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ എതിർപ്പ് വന്നപ്പോൾ അത് മറികടന്ന് കേന്ദ്രം നൽകിയ പേര് കൃഷി വകുപ്പിന് കീഴിലുള്ള ഒരു സർവകലാശാല നടപ്പിലാക്കിയെന്ന് വരുന്നു. അതിന്റെ ബാച്ച് തുടർന്നു. മറ്റൊരു ബാച്ചിന്റെ പഠനവും ഉടൻ തന്നെ തുടങ്ങാൻ പോകുന്നു. പരമ്പരാഗത മൂല്യങ്ങളിൽ ഊന്നിയുള്ള ഒരു പഠനമാണ് നടത്തേണ്ടത് എന്ന് സിലബസിൽ പല ഭാഗങ്ങളിലും പറഞ്ഞതായി കാണുന്നു. അത് ഈ ICAR റാങ്കിംഗ് ഒക്കെ വേണ്ട എന്ന നിലപാടിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാടൊക്കെ നിൽക്കുമ്പോഴാണ് കേരള കാർഷിക സർവകലാശാലയിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് CPM അനുകൂല അധ്യാപകരൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു വിമർശനം. എന്തായാലും നേരത്തെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസായി ചെറുവേൽ രാമനെ നിയമിച്ചതും മറ്റും ഇക്കാര്യത്തിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കി ഇത് ഒളിച്ചു കടത്താനാണ് എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ വന്നതാണ്. ഏതാണ്ട് അതിന് അടിവരയിടുന്ന തരത്തിലുള്ള പല ഇടപെടലുകളും ഈ രേഖകളിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.